ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ മഴ തുടരുകയാണ്. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപ് തീരത്ത് മീൻപിടുത്തത്തിനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ കാലാവസ്ഥാ വിശദാംശങ്ങളുമായി അഖിൽഷ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽഷ, ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴയുണ്ടോ? കുറച്ച് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ തോരുന്നില്ല എന്നൊക്കെ പ്രേക്ഷകർ എഴുതുന്നുണ്ടായിരുന്നു. നമ്മുടെ ബ്യൂറോയും പറഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മഴ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അറിയിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴ ഇന്ന് രാവിലെ വരെ തുടർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് രാവിലെ നൽകാൻ കഴിഞ്ഞിരുന്ന വാർത്ത. എന്നാൽ ഇപ്പോൾ മഴ അത്യാവശ്യം കുറഞ്ഞു നിൽക്കുകയാണ്. നഗരത്തിലാകെ വെള്ളക്കെട്ട് പോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ മലയോര ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രി അടക്കം മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഇന്ന് സംസ്ഥാനത്ത് 2 ജില്ലകളിൽ ഒഴികെ, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അത് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 2 ജില്ലകളിലും മഴ അതിശക്തമാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകട മേഖലകളിൽ താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണം. അധികൃതർ ഏതെങ്കിലും തരത്തിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയാൽ അത്തരത്തിൽ നീങ്ങണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും അതോടൊപ്പം തന്നെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അത് ഈ മാസം 17 വരെ തുടരും എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ തെക്കൻ ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. SKN. ഓക്കെ, അഖിൽഷ അൻസാറാണ്. എന്തായാലും ഈ മണ്ണിടിച്ചിലിനും ഒക്കെ തന്നെ സാധ്യതയുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ട് എല്ലാവിധമായ മുൻകരുതലും എടുക്കണം. നമ്മൾ തീർച്ചയായിട്ടും അമിതമായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ചില പ്രശ്നമുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ അടുത്തിടെ പറഞ്ഞ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ.